ചാലിശ്ശേരിയിൽ സെമിത്തേരിയിൽ നീതി നിഷേധം. മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ ജില്ലാ ഭരണകൂടം നീതി ഉറപ്പാക്കി. സമാധാനപരമായി യാക്കോബായ വിശ്വാസികൾ സെമിത്തേരിയിൽ പ്രവേശിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ യാക്കോബായ വിശ്വാസികൾ സെമിത്തേരിയിൽ പ്രവേശിച്ച് പൂർവികരുടെ കല്ലറകളിൽ പോയി പ്രാർത്ഥന നടത്തി. കഴിഞ്ഞ 2.5 വർഷങ്ങൾക്ക് ശേഷമാണ് വിശ്വാസികൾ പ്രവേശിക്കുന്നത്. ഓർത്തഡോക്സ് വിഭാഗം യാക്കോബായ വിശ്വാസികളെ ഇരുമ്പ് നെറ്റ് കെട്ടി പൂട്ടിയിട്ട് മാതൃദേവാലയത്തിന്റെ സെമിത്തേരിയിലേക്കുള്ള പ്രവേശനം നിഷേധിച്ച് മനുഷ്യാവകാശ ലംഘനം നടത്തുകയായിരുന്നു. ഇതിനെതിരെ പ്രതിഷേധവും ശക്തമായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരി മാസം മരിച്ചവരുടെ ഓർമ്മ ദിവസം യാക്കോബായ വിശ്വാസികൾക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു. പള്ളിക്കാർ പോലീസ് റവന്യൂ അധികൃതർക്ക് സെമിത്തേരി ബില്ലിലെ അവകാശങ്ങൾ അനുവദിച്ചു തരണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ വെച്ച് പട്ടാമ്പി തഹസിൽദാർ, ലാൻഡ് റവന്യൂ ഉദ്യോഗസ്ഥർ എന്നിവരുമായി ആദ്യഘട്ട ചർച്ചയും മാർച്ച് മാസം ഒറ്റപ്പാലം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും ഇരുവിഭാഗവുമായി ചർച്ചയും നടത്തിയിരുന്നു. ചർച്ചയിൽ പങ്കെടുത്ത ഓർത്തഡോക്സ് വിഭാഗം വൈദികൻ ഫാദർ മത്തായി പനംകുറ്റി സെമിത്തേരി പൂട്ടിയിടുന്നതിനെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. ശനിയാഴ്ച ഒറ്റപ്പാലം സബ് കളക്ടർ മിഥുൻ, പ്രേംരാജ് IPS എന്നിവർ മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ ഉത്തരവിറക്കി. ഞായറാഴ്ച രാവിലെ സുറിയാനി ചാപ്പലിലെ കുർബാനയ്ക്ക് ശേഷം ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടെറ്റസ് ഡേവിഡ്, മറ്റു കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ മെഴുകുതിരി കത്തിച്ച് വരിയായി 100 വിശ്വാസികൾ സെമിത്തേരിയിൽ പ്രവേശിച്ചു. കല്ലറകളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മക്കൾ എന്നിവരുടെ കല്ലറകളിലെത്തി പ്രാർത്ഥിച്ചു. മഹാഭൂരിപക്ഷം വരുന്ന യാക്കോബായ വിശ്വാസികളെ പുറത്താക്കി 2020 ആഗസ്റ്റ് 20 ഓർത്തഡോക്സ് വിഭാഗം പള്ളി പിടിച്ചെടുത്തത്. AD 1865 അന്ത്യോക്യ സിംഹാസന പ്രതിനിധി യുയാക്കി മോർ കൂറിലോസ് ബാവ പള്ളി സ്ഥാപിച്ച കാലം മുതൽ ഇവിടെ സെമിത്തേരി തുറന്ന് കിടന്നിരുന്നതാണ്. കഴിഞ്ഞ 2.5 വർഷമായി ഇരുമ്പുവേലി കെട്ടി ഓർത്തഡോക്സ് വിഭാഗം സെമിത്തേരി പൂട്ടിയിട്ടു. മൃതദേഹം അടക്കുവാൻ മാത്രമാണ് തുറന്ന് നൽകിയിരുന്നത്. മരണശേഷം വിശ്വാസികൾക്ക് കല്ലറയിൽ പോയി പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിരുന്നില്ല. മൃതദേഹം സംസ്കാരം നടത്താൻ കേരള സർക്കാർ ആദ്യം ഓർഡിനൻസും പിന്നീട് ബില്ലും പാസാക്കി. കേരളത്തിലെ യാക്കോബായ സഭയ്ക്ക് നഷ്ടമായ 58 പള്ളികളിലും സെമിത്തേരി ആക്ട് പ്രകാരം വിശ്വാസികൾക്ക് സെമിത്തേരിയിൽ പ്രവേശിച്ച് പ്രാർത്ഥിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട്. ചാലിശ്ശേരി പള്ളിയിൽ മാത്രമായിരുന്നു കഴിഞ്ഞ 2.5 വർഷമായി സെമിത്തേരി ഇരുമ്പ് നെറ്റ് കെട്ടിപ്പൂട്ടി നിരന്തരം തടസ്സങ്ങളും പ്രശ്നങ്ങളും നിർബന്ധിത സഭാ പരിവർത്തനത്തിനു വേണ്ടി ഓർത്തഡോക്സ് വിഭാഗം നടത്തി വന്നിരുന്നത്. ഇതിന് പരിഹാരമായാണ് പാലക്കാട് ജില്ലാ ഭരണകൂടം നടപടികൾ സ്വീകരിച്ചത്. തികച്ചും സമാധാനപരമായി ഭൂരിപക്ഷം വരുന്ന യാക്കോബായ വിശ്വാസികൾ സെമിത്തേരിയിൽ പ്രവേശിച്ചു. ചാലിശ്ശേരി പോലീസ് SHO K സതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ SI മാരായ VR അനീഷ്, T അരവിന്ദാക്ഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ വനിതാ പോലീസ് ഉൾപ്പെടെ ചാലിശ്ശേരി തൃത്താല സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു. പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക കടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം, മെയിൻ റോഡ്, പട്ടാമ്പി.